ഹായ്, എല്ലാവർക്കും നമസ്കാരം. വൺസ് മോർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഇന്ന് വന്നേക്കുന്നതേ നമ്മുടെ ഈ കറ്റാർ വാഴ പെട്ടെന്ന് തഴച്ച് വളരാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി, കറ്റാർ വാഴ നല്ലപോലെ തഴച്ച് വളരും. ഓക്കെ, ഞാനൊരു കറ്റാർ വാഴ കാണിച്ചു തരാം. കറ്റാർ വാഴ പൂവ് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. വെയിറ്റ്. കണ്ടോണം കറ്റാർ വാഴയുടെ പൂവ് വരുന്നത്. കണ്ടോ, ഇതാണ് കറ്റാർ വാഴയുടെ പൂവ്. കറ്റാർ വാഴ പെട്ടെന്ന് ഇങ്ങനെ തഴച്ച് വളർന്ന് പൂവൊക്കെ പിടിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കറ്റാർ വാഴയുടെ മൂട്ടി കണ്ടോ, ഒരൊറ്റ തൈ പോലും ഇല്ല. എന്താ, ഒരൊറ്റ തൈ പോലും വരുന്നില്ല. അത് വേറൊന്നും ചെയ്യണ്ട. തൈ പൊട്ടിക്കിളിച്ച് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ആ തൈ എല്ലാം നുള്ളിയെടുത്ത് കളയണം. ഇത്രയും മാത്രം ചെയ്താൽ മതി. കറ്റാർ വാഴ തണ്ടുകളെല്ലാം നല്ല ഉഷാറായിട്ട് സ്ട്രോങ് ആയിട്ട് വരും. നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ വരും കറ്റാർ വാഴയ്ക്ക്. കേട്ടോ, ഈ ഒരു ടിപ്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കറ്റാർ വാഴ നല്ലപോലെ തഴച്ച് വളരും. ഓക്കെ, കറ്റാർ വാഴയുടെ പൂവ് ആരും കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് കറ്റാർ വാഴയുടെ യഥാർത്ഥ പൂവിൻ്റെ ഒരു രീതി. ബാക്കിയുള്ളതെല്ലാം ആ പൂവിനകത്തുള്ള ബാക്കിയുള്ള ഇതളുകളെല്ലാം പൊഴിയുമായിരിക്കും. ഇതാണ് ബാക്കി പത്രം. ഇവിടെ എനിക്കെല്ലാം കൂടെ ഒരു 10-25 മൂട് കറ്റാർ വാഴയുണ്ട്. ഇതിൻ്റെ പുറത്ത് എന്തോ വീണ് ഉണ്ടായിപ്പോളാം. ഇവിടെയുണ്ട്. ഇത് വേറൊന്നും നമ്മൾ ചെയ്യേണ്ടന്നേ. ഈ കറ്റാർ വാഴയുടെ ചുറ്റും തൈകൾ വരുമ്പോൾ അത് നുള്ളിയെടുത്ത് കളഞ്ഞാൽ മതി. കറ്റാർ വാഴ നല്ലപോലെ തഴച്ച് വളരും. അതിൻ്റെ ചുറ്റും ഒറ്റ തൈകൾ പോലും